8 പതിറ്റാണ്ടിനിടെയുള്ള ഏറ്റവും ഭീതിജനകമായ വരൾച്ചയിലേക്ക് വയനാട് ജില്ല കടക്കുന്നുവെന്നാണ് CWRDM റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിലെ മഴ ലഭ്യത സംബന്ധിച്ച CWRDM ശാസ്ത്രജ്ഞർ നടത്തിയ വിദഗ്ധ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ്. 2011 തൊട്ടുള്ള കാലയളവിൽ വയനാട്ടിലെ മഴയുടെ അളവ് ശരാശരിയിലും ഗണ്യമായി കുറഞ്ഞുവരുന്നുവെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. ശരാശരിയിലും 20% താഴെ മഴ പെയ്താൽ ആ പ്രദേശം വരൾച്ചാബാധിതമെന്ന് കണക്കാക്കുമെന്നിരിക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 തവണയാണ് വയനാട് ഈ പരിധിക്കും താഴെയെത്തിയത്. മറ്റ് ജില്ലകളിലൊക്കെ വരൾച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2002-2003 വരൾച്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരൾച്ച അങ്ങനെ ഉണ്ടായിട്ടില്ല, തീവ്രമായ വരൾച്ച ഉണ്ടായിട്ടില്ല. അതേസമയം വയനാട് ജില്ലയിലാണെങ്കിൽ എല്ലാ വർഷവും ഏതാണ്ട് ഇപ്പോഴത്തെ മഴക്കുറവിന്റെ രീതിയിലുള്ള ഒരു മഴക്കുറവാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ 2001 മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും 20% കൂടുതൽ മഴക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വയനാട് ജില്ലയിലുള്ളത്. CWRDM പഠനപ്രകാരം വയനാട്ടിലെ മഴ ലഭ്യതയുടെ കുറവ് ഇങ്ങനെ: 2001 മഴ ലഭ്യതയിൽ 35%, 2002 41%, 2003 43%, 2004 19% കുറവ് രേഖപ്പെടുത്തി. 2005 മാത്രമാണ് ഇക്കാലത്ത് ജില്ലയിൽ ശരാശരിക്കൊപ്പം നിൽക്കുന്ന മഴ ലഭിച്ചത്. 2006 21%, 2007 6%, 2008 31%, 2009 14%ന്റെയും മഴക്കുറവുണ്ടായി. 2010 മഴയിൽ 33% കുറവുണ്ടായപ്പോൾ 2011 19%ന്റെയും കഴിഞ്ഞ വർഷം ദശാബ്ദത്തിൽ ഏറ്റവും കുറവായ 43%ന്റെയും കുറവ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഏറ്റവും മഴ കുറഞ്ഞ 54 വില്ലേജുകളിൽ പകുതിയിലേറെയും വയനാട്ടിലാണെന്നാണ് ഗുരുതരമായ മറ്റൊരു വസ്തുത. വരൾച്ച മൂലം ജില്ലയിലെ 14,980 ഹെക്ടർ കൃഷിഭൂമി ഇതിനകം നശിച്ചു കഴിഞ്ഞു. വയനാടിനു പുറമെ മലബാറിലെ മറ്റു ജില്ലകളും മഴക്കുറവ് മൂലം കടുത്ത വരൾച്ചയിലേക്ക് പോകുന്നുവെന്നാണ് CWRDM ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളെയാണ് വരൾച്ച ഏറ്റവും രൂക്ഷമായി ബാധിക്കുക. കെ സജീഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.